നമുക്കറിയാം 2 ദിവസങ്ങൾക്ക് മുമ്പാണ് കേരള ജനതയെ ഒന്നാകെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള അതിശക്തമായ കൊലപാതകങ്ങൾ നടന്നത്. തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 5 പേരെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിനിഷ്ഠൂരമായി യാതൊരുവിധ ദയയും കാണിക്കാതെ ചുറ്റിക കൊണ്ട് അടിച്ച് കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. തൻ്റെ സ്വന്തം ഉമ്മയെപ്പോലും 2 പ്രാവശ്യം യാതൊരു ദയയും കൂടാതെ കൊല്ലാൻ ശ്രമിക്കുകയും ഭാഗ്യവശാൽ ഉമ്മ രക്ഷപ്പെടുകയും എന്നാൽ സ്വന്തം എളാപ്പയെയും സ്വന്തം അനുജനെയും താൻ സ്നേഹിച്ച സ്വന്തം കാമുകിയെപ്പോലും ഒറ്റ ദിവസങ്ങൾ കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞ അതിദാരുണമായ കൊലപാതകം നടന്നത് 2 ദിവസങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ ഈ കൊലപാതകത്തെ നമ്മൾ ആരും ന്യായീകരിക്കുന്നില്ല. തീർച്ചയായും ഈ കൊലപാതകം എന്ന് പറയുന്നത് നടക്കാൻ പാടില്ലാത്തതായിരുന്നു. കേരള ജനത ഇതിൻ്റെ കാരണം തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് ഈ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എത്തിയത് എന്ന് പോലീസിന് പോലും ഒരു കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയാത്ത ഈ ഒരു നിമിഷത്തിൽ സമൂഹത്തിൽ ഒരു ചോദ്യചിഹ്നം ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് ഇതിനെ മുതലെടുത്തുകൊണ്ട് ചില യൂട്യൂബർമാർ രംഗപ്രവേശനം നടത്തുകയും അവരുടെ റീച്ച് കൂട്ടുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇന്നലെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും അധികം വിഷം ചീറ്റുന്ന ഒരു യൂട്യൂബറായ മറുനാടൻ മലയാളി സാജൻ സക്കറിയ എന്ന് പറയുന്ന വിദ്വാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് ഈ കൊലപാതകിയുടെ പേര് അഫാൻ എന്നായതുകൊണ്ട് മാത്രമാണ്, ഇദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് കൂടി മാത്രമാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അദ്ദേഹം ഒരു ഭീകരവാദ ആരോപണമാണ് ഈ അഫാന്റെ മേൽ ചുമത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ തംബ്നെയിൽ എന്ന് പറയുന്നത് ഈ അഫാൻ എന്ന ചെറുപ്പക്കാരന് ഭീകരവാദ ബന്ധമുണ്ടെന്നും പോലീസ് ഞെട്ടി എന്ന് പറഞ്ഞുകൊണ്ടുമാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ വിഷം ചീറ്റുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ തംബ്നെയിൽ കൊടുത്തുകൊണ്ട് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ആളുകളുടെ കൂട്ടത്തിൽ നമുക്കറിയാം മുസ്ലിമീങ്ങളെ ഏത് വിധേനയും ആക്രമിക്കണമെന്ന് കരുതി നിൽക്കുന്ന ഒരു വലിയ സമൂഹം സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം വിഷം ചീറ്റുന്ന ആളുകൾക്ക് ടി ജി മോഹൻദാസിനെ പോലെയുള്ള, അതുപോലെ തന്നെ സാജൻ സക്കരിയെ പോലെയുള്ള, അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ള ആളുകൾക്ക് യൂട്യൂബിൽ വലിയ റീച്ച് കിട്ടുന്നുണ്ടെങ്കിലും ഈ നാടിന് ഇവർ വരുത്തി വെക്കുന്ന വിപത്ത് എത്ര വലുതാണെന്ന് ഇവിടുത്തെ ഭരണാധികാരികൾ ചിന്തിക്കുന്നില്ലെങ്കിൽ വരാൻ പോകുന്നത് വലിയ വിപത്താണെന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം ഈ അത്രയും വലിയ വിഷമാണ് ഇദ്ദേഹം. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ കൊന്നത് എന്നതിന് സമൂഹം ഒരു ഉത്തരത്തിലേക്ക് എത്തുന്ന ആ ചോദ്യചിഹ്ന വേളയിൽ നടുവിൽ കൂടി ഇദ്ദേഹത്തിൻ്റെ വിഷം ചീറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാം ഈ കുടുംബത്തിനോ ഈ കുടുംബവുമായി ബന്ധപ്പെട്ടവർക്കോ ആ ഒരു നാട്ടുകാർക്കോ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു സമുദായത്തിനോ സമൂഹത്തിനോ താങ്ങാൻ കഴിയുന്നതിലും അപ്പുറത്താണ്. നമുക്കറിയാം ഈ കൊലപാതകം കേട്ട ആ സമയം തന്നെ കേരള ജനതയിൽ 99% ഇതൊരു മയക്കുമരുന്ന് ഉപയോഗിച്ചു കൊണ്ടുള്ള കൊലപാതകമാണെന്ന് സ്വയം തീരുമാനിക്കുകയും അത്തരത്തിൽ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിലേക്ക് ചിന്തയെ കൊണ്ടുപോവുകയും ചെയ്ത സമയത്താണ് പോലീസ് പറയുന്നു ഇദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് യാതൊരു തെളിവുമില്ലെന്ന്. പിന്നീട് ഇദ്ദേഹം കൊലപാതകത്തിന് ഇടയിൽ മദ്യപിച്ചിരുന്നു എന്ന വാർത്ത വരികയാണ്. അതിനൊക്കെ ശേഷം ഒരു മദ്യപാനം നടത്തിയത് കൊണ്ട് മാത്രം, അതും ഇടയിലാണെന്നും അതുകൊണ്ടല്ല കൊലപാതകം നടത്തിയതെന്നും പിന്നെ എന്തുകൊണ്ട് കൊലപാതകം നടത്തിയെന്നും ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ രക്തസാമ്പിളുടെ പരിശോധനകൾ പുറത്തു വരേണ്ടതുണ്ടെന്നുമൊക്കെയുള്ള എല്ലാവിധ കേസ് ഇനിയും അന്വേഷിക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ പരക്കുന്നതിനിടയിൽ അഫാന്റെ മൊഴി എന്ന നിലക്ക് പിറ്റേന്ന് ഒരു വാർത്ത പുറത്തുടങ്ങി. അതായത് തൻ്റെ കുടുംബം വലിയ സാമ്പത്തിക ബാധ്യതയിലാണെന്നും ഉപ്പ ഗൾഫിൽ വലിയ കടബാധ്യതയുണ്ടെന്നും ഞങ്ങൾക്ക് നാട്ടിൽ ഒരുപാട് ലക്ഷങ്ങൾ 75 ലക്ഷത്തോളം രൂപ കടമുണ്ടെന്നും ഒരാളിൽ നിന്ന് വാങ്ങി മറ്റൊരാൾക്ക് കൊടുത്ത് ഇങ്ങനെ മറിയിലൂടെ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായി ഈ കടബാധ്യത ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുകയാണെന്നും ഇപ്പോൾ ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നെന്നും അങ്ങനെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതാണെന്നും എന്നാൽ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും മരിക്കുകയില്ലേ എന്ന സംശയത്തിൽ നിന്നാണ് ഇത്തരത്തിൽ എല്ലാവരെയും കൊന്നുകൊണ്ട് ഞാൻ വിഷം കുടിച്ച് ചാവാമെന്ന തീരുമാനത്തിലേക്ക് ഞാൻ എത്തുന്നുവെന്നും അഫാന്റെ മൊഴി പോലീസിന് ലഭിക്കുകയുണ്ടായി. എന്നാൽ ഇത്തരം മൊഴികളിൽ നിന്നും ഈ കൊലപാതകിക്ക് 75 ലക്ഷത്തോളം രൂപ അഫാന് പേഴ്സണലായി തന്നെ ലക്ഷക്കണക്കിന് രൂപ കടമുള്ളതിനെയും ഒരു ചോദ്യചിഹ്നമായി വെച്ചുകൊണ്ട് ഇത് ഭീകരവാദ ബന്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതല്ലേ എന്ന ചോദ്യമാണ്
ഇദ്ദേഹം ഈ വീഡിയോയിൽ വായുവിൽ എന്നോണം ഇദ്ദേഹം അങ്ങ് എറിയുന്നത്. അതായത് യാതൊരുവിധ തെളിവുമില്ല. ഇദ്ദേഹത്തിൻ്റെ തംബ്നെയിലിൽ ഉള്ളത് പോലെയുള്ള ഏതെങ്കിലും ഒരു തെളിവോ ഏതെങ്കിലും ഒരു പോലീസുകാരൻ പറഞ്ഞ വാക്കോ എന്തെങ്കിലും ഒരു തെളിവ് പോലും ഇല്ലാതെയാണ് ഇദ്ദേഹം കുറെ ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ കൊലപാതകിയുടെ പേര് അഫാൻ എന്നായതുകൊണ്ട് മാത്രം ഇദ്ദേഹത്തിന് ഭീകരവാദ ബന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്തിനാണ് ഈ 75 ലക്ഷം കടമായതെന്നും പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം തലക്കടിച്ചു കഴിഞ്ഞാൽ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കഴിഞ്ഞാൽ ആളുകൾ മരണപ്പെടുമെന്ന അറിവിലേക്ക് ഇത്രയും പ്രൊഫഷണലായി കൊല്ലാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞത് എങ്ങനെയാണെന്നൊക്കെയാണ് സാജൻ സക്കരിയ ഈ വീഡിയോയിൽ ചോദിക്കുന്നത്. നമുക്ക് ഈ സാജൻ സക്കരിയയുടെ വിഷം ചീറ്റലിനോട് നമുക്ക് പറയാനുള്ളത്, ഇക്കാലത്ത് നമുക്കറിയാം സിനിമകളിൽ പോലും വലിയ വലിയ കൊലപാതകങ്ങളും വലിയ വലിയ സംഘട്ടനങ്ങളും നടക്കുന്നത് കാണുന്ന ഈ ഒരു സമൂഹത്തിന് തലക്കടി കിട്ടിയാൽ ആള് മരണപ്പെടുമെന്ന് തിരിച്ചറിയുന്ന വിവരത്തിലേക്ക് എത്താൻ വലിയ പഠനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് സാജൻ സക്കരിയയോട് നമുക്ക് ചോദിക്കുവാനുള്ളത്. അതായത് ഇത്തരം സമൂഹത്തിൽ ഇത്തരം വിപത്തുകൾ പടർത്തുന്ന വലിയ വലിയ കൊലപാതകങ്ങളും മറ്റും ചിത്രീകരിച്ച് ആളുകൾക്കിടയിലേക്ക് സംപ്രേഷണം ചെയ്യുന്ന സിനിമകൾക്കെതിരെയും ഇവിടുത്തെ മയക്കുമരുന്നിനെതിരെയും വിപത്തിനെതിരെയും വീഡിയോ ചെയ്യേണ്ട ഇദ്ദേഹത്തെ പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കാണികളായുള്ള ഉത്തരവാദിത്തമുള്ള ഒരു യൂട്യൂബർ കാലങ്ങളായി നിന്നുകൊണ്ട് ഇത്തരത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരെയും ഇവിടുത്തെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെയും വിഷം ചീറ്റി റീച്ചുണ്ടാക്കി ഡോളറുകൾ കൊഴിയുന്നതിൽ എന്ത് വിരോധാഭാസമാണുള്ളത്, എന്തർത്ഥമാണുള്ളത്? ഇദ്ദേഹത്തിന് ഇതിലും നല്ലത് വിസർജം തിന്നുന്നതല്ലേ എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയുടെ പേരിൽ ഇവിടെ പല മതവിഭാഗങ്ങളും ജീവിക്കുന്നുണ്ട്. അത്തരത്തിൽ പല മതവിഭാഗങ്ങളിലുള്ള ആളുകളും ദിവസേന ഓരോ കൊലപാതകങ്ങൾ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മളെ കേരള ജനതയെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കൊലപാതകങ്ങളാണ് മയക്കുമരുന്നിൻ്റെ പേരിൽ തന്നെ ഈ അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നു, സ്വന്തം ഭർത്താവിനെ വെട്ടിക്കൊന്നു, അതുപോലെ തന്നെ മക്കളെ ഒന്നാകെ കാമുകന് വേണ്ടി വെട്ടിക്കൊല്ലുന്നവർ, അങ്ങനെ തുടങ്ങി മയക്കുമരുന്നിൻ്റെയും ഇവിടുത്തെ ലഹരിയുടെ പടർന്ന് പന്തലിക്കുന്നതിൻ്റെയും കാരണമായി കേരള ജനത ഒന്നാകെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പല കൊലപാതകങ്ങളും ഇവിടെ അരങ്ങേറുമ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അഫാൻ എന്ന് പേരുള്ള ആൾ മാത്രം കൊലപാതകം ചെയ്യുമ്പോൾ അത് ഭീകരവാദത്തിലേക്ക് നയിപ്പിക്കുകയും അതിന് ഭീകരവാദ ചൊയ ഉണ്ടാക്കിക്കൊണ്ട് മുതലെടുക്കുകയും ചെയ്യുന്ന ഇത്തരം യൂട്യൂബർമാരെ നാം ഒറ്റപ്പെടുത്തിയില്ലെങ്കിൽ, അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കേരള ജനതയ്ക്ക് വരാൻ പോകുന്ന വിപത്ത് ഈ അഫാൻ ചെയ്തതിലും വലിയ വിപത്താണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം യൂട്യൂബർമാരെ കണ്ടെത്തുകയും ഇത്തരത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളെക്കാൾ കൂടുതൽ റീച്ച് നേടിക്കൊണ്ട് ഈ എന്തും പറയാൻ പറ്റും, തങ്ങളെ ആരും ചോദ്യം ചെയ്യാനില്ല എന്ന ഒരു അവസരത്തിലേക്ക് ഇവർ മാറിപ്പോകുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട് മുടിഞ്ഞു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇക്കാര്യത്തിലൊക്കെ ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനും പിണറായി വിജയനും ഒരു ശ്രദ്ധയുണ്ടാവണം എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ തന്നെയാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു സമുദായത്തിന് നേരെ ഭീകരവാദ ചോയയും മറ്റുമൊക്കെ ആരോപിച്ചുകൊണ്ട് കേരള ജനതയെ തമ്മിലടിപ്പിക്കുകയും എല്ലാറ്റിലും വിഷം ചീറ്റുകയും ചെയ്യുന്ന സ്വഭാവം ഇവർ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവരെയൊക്കെ ഒറ്റപ്പെടുത്തിയില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ അപകടകരമായ അവസ്ഥയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.